പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. അലിഫ് ലാം റാ തിൽക ആയാതുൽ കിതാബിൽ മുബീൻ. അലിഫ് ലാം റാ സുവ്യക്തമായ ദൈവിക ഗ്രന്ഥത്തിലെ വചനങ്ങളാണിവ. നാം ഇതിനെ അറബി ഭാഷയിൽ വായനയ്ക്കുള്ള പുസ്തകമായി ഇറക്കിയിരിക്കുന്നു, നിങ്ങൾ നന്നായി ചിന്തിച്ചു മനസ്സിലാക്കാൻ. നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസി ബിമാ ഔഹൈനാ ഇലൈക ഹാദൽ ഖുർആൻ വഇൻ കുൻത മിൻ ഖബ്ലിഹി ലമിനൽ ഗാഫിലീൻ. ഈ ഖുർആൻ ബോധനമായി നൽകിയതിലൂടെ നാം നിനക്ക് നല്ല ചരിത്ര കഥകൾ വിവരിച്ചു തരികയാണ്. ഇതിനു മുമ്പ് നീ ഇതൊന്നും അറിയാത്തവരുടെ കൂട്ടത്തിലായിരുന്നു. ഇദ് ഖാല യൂസുഫു ലിഅബീഹി യാ അബതി ഇന്നി റഅയ്തു അഹദ അശറ കൗകബൻ വശംസ വൽഖമറ റഅയ്തുഹും ലീ സാജിദീൻ. യൂസുഫ് തന്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം: പ്രിയ പിതാവേ, 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എനിക്ക് സാഷ്ടാംഗം ചെയ്യുന്നതായി ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു. ഖാല യാ ബുനയ്യ ലാ തഖ്സുസ് റുയാക അലാ ഇഖ്വതിക ഫയകീദൂ ലക കൈദാ ഇന്നശ് ശൈത്വാന ലിൽ ഇൻസാനി അദുവ്വുൻ മുബീൻ. പിതാവ് പറഞ്ഞു: മോനെ, ഈ സ്വപ്നത്തെപ്പറ്റി ഒരിക്കലും നിന്റെ സഹോദരന്മാരോട് പറയരുത്. അവർ നിനക്കെതിരെ ഗൂഢതന്ത്രം പ്രയോഗിച്ചേക്കും. പിശാച് മനുഷ്യന്റെ പ്രത്യക്ഷ ശത്രുവാണ്. വകദാലിക യജ്തബീക റബ്ബുക വയുഅല്ലിമുക മിൻ തഅ്വീലിൽ അഹാദീസ് വയുതിമ്മു നിഅമതഹു അലൈക വഅലാ ആലി യഅഖൂബ കമാ أتمها على أبويك من قبل إبراهيم وإسحاق إن ربك عليم حكيم. അവിധം നിന്റെ നാഥൻ നിന്നെ തെരഞ്ഞെടുക്കും. നിന്നെ അവൻ സ്വപ്നവ്യാഖ്യാനം പഠിപ്പിക്കും. നിനക്കും യാക്കൂബ് കുടുംബത്തിനും അവന്റെ അനുഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു തരും. നിന്റെ 2 പൂർവപിതാക്കളായ ഇബ്രാഹീമിനും ഇസ്ഹാക്കിനും അത് പൂർത്തീകരിച്ചു കൊടുത്ത പോലെ. തീർച്ചയായും നിന്റെ നാഥൻ എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ്. ലഖദ് കാന ഫീ യൂസുഫ വഇഖ്വതിഹി ആയാതുൻ ലിസ്സായിലീൻ. ഉറപ്പായും യൂസഫിലും അദ്ദേഹത്തിന്റെ സഹോദരന്മാരിലും അന്വേഷിച്ചറിയുന്നവർക്ക് നിരവധി തെളിവുകളുണ്ട്. ഇദ് ഖാലൂ ലയൂസുഫു വഅഖൂഹു അഹബ്ബു ഇലാ അബീനാ മിന്നാ വനഹ്നു ഉസ്ബഹ ഇന്ന അബാനാ ലഫീ ളലാലിൻ മുബീൻ. അവർ പറഞ്ഞ സന്ദർഭം: യൂസുഫും അവന്റെ സഹോദരനുമാണ് നമ്മേക്കാൾ പിതാവിന് പ്രിയപ്പെട്ടവർ. നാം വലിയൊരു സംഘമായിരുന്നിട്ടും നമ്മുടെ പിതാവ് വ്യക്തമായ വഴികേടിൽ തന്നെ. ഉഖ്തുലൂ യൂസുഫ ഔ ഇത്റഹൂഹു അർദൻ യഖ്ലു ലക്കും വജ്ഹു അബീകും വതകൂനൂ മിൻ ബഅദിഹി ഖൗമൻ സാലിഹീൻ. നിങ്ങൾ യൂസുഫിനെ കൊന്നുകളയുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരിടത്ത് കൊണ്ടുപോയി തള്ളുക. അതോടെ പിതാവിന്റെ അടുപ്പം നിങ്ങൾക്ക് മാത്രമായി കിട്ടും. അതിനുശേഷം നിങ്ങൾക്ക് നല്ല പിള്ളകളാകാം. ഖാല ഖായിലും മിൻഹും ലാ തഖ്തുലൂ യൂസുഫ
يوسف وألقوه في غيابة الجب يلتقطه بعض السيارة إن كنتم فاعلين. അപ്പോൾ അവരിൽ ഒരാൾ പറഞ്ഞു, യൂസഫിനെ കൊല്ലരുത്. നിങ്ങൾക്ക് വല്ലതും ചെയ്യണമെന്നുണ്ടെങ്കിൽ അവനെ കിണറിന്റെ ആഴത്തിലെറിയുക. വല്ല യാത്രാസംഘവും അവനെ കണ്ടെടുത്തുകൊള്ളും. قالوا يا أبانا ما لك لا تأمنا على يوسف وإنا له لناصحون. അവർ പറഞ്ഞു, ഞങ്ങളുടെ പിതാവേ, അങ്ങയ്ക്കെന്തു പറ്റി? യൂസഫിന്റെ കാര്യത്തിൽ അങ്ങ് ഞങ്ങളെ വിശ്വസിക്കാത്തതെന്ത്? തീർച്ചയായും ഞങ്ങൾ അവന്റെ ഗുണകാംക്ഷികളാണ്. أرسله معنا غدا يرتع ويلعب وإنا له لحافظون. നാളെ അവനെ ഞങ്ങളോടൊപ്പം അയച്ചാലും അവൻ തിന്നു രസിച്ചുല്ലസിക്കട്ടെ. ഉറപ്പായും ഞങ്ങൾ അവനെ കാത്തു രക്ഷിച്ചുകൊള്ളും. قال إني ليحزنني أن تذهبوا به وأخاف أن يأكله الذئب وأنتم عنه غافلون. പിതാവ് പറഞ്ഞു, നിങ്ങൾ അവനെ കൊണ്ടുപോകുന്നത് എന്നെ ദുഃഖിതനാക്കും. നിങ്ങളുടെ അശ്രദ്ധയാൽ അവനെ ചെന്നായ തിന്നുമോ എന്നാണ് എന്റെ പേടി. قالوا لئن أكله الذئب ونحن عصبة إنا إذا لخاسرون. അവർ പറഞ്ഞു, ഞങ്ങൾ വലിയ ഒരു സംഘമുണ്ടായിരിക്കെ അവനെ ചെന്നായ തിന്നുകയാണെങ്കിൽ ഞങ്ങൾ ഒന്നിനും കൊള്ളാത്ത കൊടിയ നഷ്ടം പറ്റിയവരായിരിക്കും തീർച്ച. فلما ذهبوا به وأجمعوا أن يجعلوه في غيابة الجب وأوحينا إليه لتنبئنهم بأمرهم هذا وهم لا يشعرون. അങ്ങനെ അവരവനെ കൊണ്ടുപോയി കിണറിന്റെ ആഴത്തിൽ തള്ളാൻ കൂട്ടായി തീരുമാനിച്ചു. അപ്പോൾ നാം അവന് ബോധനം നൽകി, അവരുടെ ഈ ചെയ്തിയെക്കുറിച്ച് നീ അവർക്ക് വഴിയെ വിവരിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. അവർ അന്നേരം അതേക്കുറിച്ച് ഒട്ടും ബോധവാന്മാരായിരിക്കുകയില്ല. أباهم عشاء يبكون. സന്ധ്യാസമയത്ത് അവർ തങ്ങളുടെ പിതാവിന്റെ അടുത്ത് കരഞ്ഞുകൊണ്ടുവന്നു. قالوا يا أبانا إنا ذهبنا نستبق وتركنا يوسف عند متاعنا فأكله الذئب وما أنت بمؤمن لنا وتركنا يوسف عند متاعنا فأكله الذئب وما أنت بمؤمن لنا ولو كنا صادقين. അവർ പറഞ്ഞു, ഞങ്ങളുടെ ഉപ്പ യൂസുഫിനെ ഞങ്ങളുടെ സാധനങ്ങൾക്കരികെ നിർത്തി ഞങ്ങൾ മത്സരിക്കാൻ പോയതായിരുന്നു. അപ്പോൾ അവനെ ഒരു ചെന്നായ തിന്നുകളഞ്ഞു. അങ്ങ് ഞങ്ങളെ വിശ്വസിക്കുകയില്ല. ഞങ്ങൾ എത്ര സത്യം പറയുന്നവരായാലും. وجاءوا على قميصه بدم كذب قال بل سولت لكم أنفسكم أمرا فصبر جميل والله المستعان على ما تصفون. യൂസുഫിന്റെ കുപ്പായത്തിൽ കള്ളച്ചോര പുരട്ടിയാണ് അവർ വന്നത്. പിതാവ് പറഞ്ഞു, നിങ്ങളുടെ മനസ്സ് ഒരു കാര്യം ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിച്ചു. ഇനി നന്നായി ക്ഷമിക്കുക തന്നെ. നിങ്ങൾ പറഞ്ഞ കാര്യത്തിന്റെ നിജസ്ഥിതി അറിയുന്നതിൽ എന്നെ സഹായിക്കാനുള്ളത് അല്ലാഹു മാത്രം. وجاء
جاءت سيارة فأرسلوا واردهم فأدلى دلوه قال يا بشرى هذا غلام وأسروه بضاعة والله عليم بما يعملون. ഒരു യാത്രാസംഘം വന്നു. അവർ തങ്ങളുടെ വെള്ളം കോരിയെ അയച്ചു. അയാൾ തന്റെ തൊട്ടി ഇറക്കി. അയാൾ പറഞ്ഞു, ഹാ, എന്തൊരത്ഭുതം! ഇതാ ഒരു കുട്ടി. അവർ ആ കുട്ടിയെ ഒരു കച്ചവടച്ചരക്കാക്കി ഒളിപ്പിച്ചു വെച്ചു. അവർ ചെയ്തുകൊണ്ടിരുന്നതിനെപ്പറ്റി നന്നായി അറിയുന്നവനാണ് അല്ലാഹ്. وشروه بثمن بخس دراهم معدودة وكانوا فيه من الزاهدين. അവരവനെ കുറഞ്ഞ വിലയ്ക്ക് വിറ്റു, ഏതാനും നാണയത്തുട്ടുകൾക്ക്. അവനിൽ ഒട്ടും താൽപ്പര്യമില്ലാത്തവരായിരുന്നു അവർ. وقال الذي اشتراه من مصر لامرأته أكرمي مثواه عسى أن ينفعنا أو نتخذه ولدا وكذلك مكنا ليوسف في الأرض ولنعلمه من تأويل الأحاديث والله غالب على أمره ولكن أكثر الناس لا يعلمون. ഈജിപ്തിൽ നിന്ന് അവനെ വാങ്ങിയവൻ തന്റെ പത്നിയോട് പറഞ്ഞു, ഇവനെ നല്ല നിലയിൽ പോറ്റി വളർത്തുക. ഇവൻ നമുക്കുപകരിച്ചേക്കാം, അല്ലെങ്കിൽ നമുക്കിവനെ നമ്മുടെ മകനായി കണക്കാക്കാം. അങ്ങനെ യൂസഫിന് നാം അന്നാട്ടിൽ സൗകര്യമൊരുക്കിക്കൊടുത്തു. സ്വപ്നവ്യാഖ്യാനം അവനെ പഠിപ്പിക്കാൻ കൂടിയാണത്. അല്ലാഹു തന്റെ തീരുമാനം കൃത്യമായി നടത്തുക തന്നെ ചെയ്യും. എങ്കിലും മനുഷ്യരിലേറെ പേരും അതറിയുന്നില്ല. ولما بلغ أشده آتيناه حكما وعلما وكذلك نجزي المحسنين. അവൻ പൂർണ്ണ വളർച്ച പ്രാപിച്ചപ്പോൾ നാം അവന് തീരുമാനശക്തിയും അറിവും നൽകി. അങ്ങനെയാണ് നാം സച്ചരിതർക്ക് പ്രതിഫലം നൽകുന്നത്. وراودته التي هو في بيتها عن نفسه وغلقت الأبواب وقالت هيت لك قال معاذ الله إنه ربي أحسن مثواي إنه لا يفلح الظالمون. യൂസഫ് പാർക്കുന്ന പുരയിലെ പെണ്ണ് അയാളെ വശീകരിക്കാൻ ശ്രമിച്ചു. വാതിലുകൾ അടച്ച് അവൾ പറഞ്ഞു, വരൂ. അവൻ പറഞ്ഞു, അല്ലാഹു ശരണം, അവനാണെന്റെ നാഥൻ. അവൻ എനിക്ക് നല്ല സ്ഥാനം നൽകിയിരിക്കുന്നു. അതിക്രമികൾ ഒരിക്കലും വിജയിക്കുകയില്ല. ولقد همت به وهم بها لولا أن رأى برهان ربه كذلك لنصرف عنه السوء والفحشاء إنه من عبادنا المخلصين. അവൾ അദ്ദേഹത്തെ കാമിച്ചു. തന്റെ നാഥന്റെ പ്രമാണം കണ്ടിരുന്നില്ലെങ്കിൽ അദ്ദേഹം അവളെയും കാമിക്കുമായിരുന്നു. അവിധം സംഭവിച്ചത് തിന്മയും നീചകൃത്യവും നാം അദ്ദേഹത്തിൽ നിന്ന് തട്ടിമാറ്റാനാണ്. തീർച്ചയായും അദ്ദേഹം നമ്മുടെ തെരഞ്ഞെടുക്കപ്പെട്ട ദാസന്മാരിൽപ്പെട്ടവനത്രേ. واستبق الباب وقدت قميصه من دبر وألف يا سيدها لدى الباب قالت ما جزاء من أراد بأهلك سوءا إلا أن يسجن أو عذاب أليم. അവരിരുവരും വാതിൽക്കലേക്കോടി. അവൾ പിന്നിൽ നിന്ന് അദ്ദേഹത്തിന്റെ കുപ്പായം വലിച്ചു കീറി. വാതിൽക്കൽ അവളുടെ ഭർത്താവിനെ ഇരുവരും കണ്ടുമുട്ടി.
അവൾ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യയുടെ നേരെ അരുതായ്മ ആഗ്രഹിച്ച ഇയാൾക്കുള്ള ശിക്ഷ എന്താണ്? ഒന്നുകിൽ ഇവനെ തടവിലിടണം, അല്ലെങ്കിൽ നോവേറിയ മറ്റെന്തെങ്കിലും ശിക്ഷ നൽകണം. قال هي راودتني عن نفسي وشهد شاهد من أهلها إن كان قميصه قد من قبل فصدقت وهو من الكاذبين. യൂസുഫ് പറഞ്ഞു, അവളാണെന്നെ വശീകരിക്കാൻ ശ്രമിച്ചത്. ആ സ്ത്രീയുടെ ബന്ധുവായ ഒരു സാക്ഷി തെളിവുന്നയിച്ചു. അവന്റെ കുപ്പായം മുൻവശത്താണ് കീറിയതെങ്കിൽ അവൾ പറഞ്ഞത് സത്യമാണ്, അവൻ കള്ളം പറഞ്ഞവനും. وإن كان قميصه قد من دبر فكذبت وهو من الصادقين. അഥവാ അവന്റെ കുപ്പായം പിൻവശത്താണ് കീറിയതെങ്കിൽ അവൾ പറഞ്ഞത് കള്ളമാണ്, അവൻ സത്യം പറഞ്ഞവനും. فلما رأى قميصه قد من دبر قال إنه من كيدكن إن كيدكن عظيم. യൂസുഫിന്റെ കുപ്പായം പിൻഭാഗം കീറിയതായി കണ്ടപ്പോൾ ഭർത്താവ് പറഞ്ഞു, ഇത് നിങ്ങൾ സ്ത്രീകളുടെ കുതന്ത്രത്തിൽപ്പെട്ടതാണ്. നിങ്ങളുടെ കുതന്ത്രം ഭയങ്കരം തന്നെ. يوسف أعرض عن هذا واستغفري لذنبك إنك كنت من الخاطئين. യൂസുഫ്, നീ ഇത് അവഗണിച്ചേക്കുക. സ്ത്രീയോട്, നീ നിന്റെ തെറ്റിന് മാപ്പിരക്കുക. തീർച്ചയായും നീയാണ് തെറ്റുകാരി. وقال نسوة في المدينة امرأة العزيز تراود فتاها عن نفسه قد شغفها حبا إنا لنراها في ضلال مبين. പട്ടണത്തിലെ പെണ്ണുങ്ങൾ പറഞ്ഞു, പ്രഭുവിന്റെ പത്നി തന്റെ വേലക്കാരനെ വശീകരിക്കാൻ നോക്കുകയാണ്. കാമം അവളുടെ മനസ്സിനെ കീഴടക്കിയിരിക്കുന്നു. നമ്മുടെ വീക്ഷണത്തിൽ അവൾ വ്യക്തമായ വഴികേടിലാണ്. فلما سمعت بمكرهن أرسلت إليهن وأعتدت لهن متكئا وآتت كل واحدة منهن سكينا وقالت اخرج عليهن فلما رأينه أكبرنه وقطعن أيديهن وقلن حاش لله ما هذا بشرا إن هذا إلا ملك كريم. അവരുടെ തന്ത്രത്തെപ്പറ്റി കേട്ട പ്രഭുപത്നി അവരുടെ അടുത്തേക്ക് ആളെ അയച്ചു. അവർക്ക് ചാരിയിരിക്കാൻ അവൾ ഇരിപ്പിടങ്ങളൊരുക്കി. അവരിൽ ഓരോരുത്തർക്കും ഓരോ കത്തി കൊടുക്കുകയും ചെയ്തു. അവൾ യൂസുഫിനോട് പറഞ്ഞു, ആ സ്ത്രീകളുടെ മുന്നിലേക്ക് ചെല്ലുക. അവർ അദ്ദേഹത്തെ കണ്ടപ്പോൾ വിസ്മയഭരിതരാവുകയും തങ്ങളുടെ കൈകൾ സ്വയം മുറിപ്പെടുത്തുകയും ചെയ്തു. അവർ പറഞ്ഞുപോയി, അല്ലാഹു എത്ര മഹാൻ! ഇത് മനുഷ്യനല്ല, ഇത് മാന്യനായ ഒരു മലക്കല്ലാതാരുമല്ല. قالت فذلكن الذي لمتنني فيه ولقد راودته عن نفسه فاستعصم ولئن لم يفعل ما آمره ليسجنن وليكونن من الصاغرين. പ്രഭുപത്നി പറഞ്ഞു, ഇവന്റെ കാര്യത്തിലാണ് നിങ്ങൾ എന്നെ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഞാൻ ഇവനെ വശപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്, എന്നാൽ ഇവൻ വഴങ്ങിയില്ല. ഞാൻ കൽപ്പിക്കും വിധം ചെയ്തില്ലെങ്കിൽ ഉറപ്പായും ഞാൻ ഇവനെ ജയിലിലടയ്ക്കും. അങ്ങനെ ഇവൻ നിന്ദ്യനായിത്തീരും. قال رب السجن أحب إلي مما يدعونني إليه وإلا تصرف عني كيدهن أصب إليهن وأكن من الجاهلين. യൂസുഫ് പറഞ്ഞു, എന്റെ നാഥ, ഇവരെന്നെ ക്ഷണിക്കുന്നത് ഏതൊന്നിലേക്കാണോ
അതിനേക്കാൾ എനിക്കിഷ്ടം തടവറയാണ്. ഇവരുടെ കുതന്ത്രം നീ എന്നിൽ നിന്ന് തട്ടിമാറ്റുന്നില്ലെങ്കിൽ ഞാൻ അവരുടെ കെണിയിൽ കുടുങ്ങി അവിവേകികളിൽപ്പെട്ടവനായേക്കാം. فاستجاب له ربه فصرف عنه كيدهن إنه هو السميع العليم. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന നാഥൻ സ്വീകരിച്ചു. അദ്ദേഹത്തിൽ നിന്ന് അവരുടെ കുതന്ത്രത്തെ അവൻ തട്ടിമാറ്റി. അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ثم بدا لهم من بعد ما رأوا الآيات ليسجننه حتى حين. പിന്നീട് യൂസുഫിന്റെ നിരപരാധിത്വത്തിന്റെ തെളിവുകൾ കണ്ടറിഞ്ഞ ശേഷവും അദ്ദേഹത്തെ നിശ്ചിത അവധി വരെ ജയിലിലടയ്ക്കണമെന്ന് അവർക്ക് തോന്നി. ودخل معه السجن فتيان قال أحدهما إني أراني أعصر خمرا وقال الآخر إني أراني أحمل فوق رأسي خبزا تأكل الطير منه نبئنا بتأويله إنا نراك من المحسنين. അദ്ദേഹത്തോടൊപ്പം മറ്റു 2 ചെറുപ്പക്കാരും ജയിലിലകപ്പെട്ടു. അവരിലൊരാൾ പറഞ്ഞു, ഞാൻ മദ്യം പിഴിഞ്ഞെടുക്കുന്നതായി സ്വപ്നം കണ്ടിരിക്കുന്നു. മറ്റേയാൾ പറഞ്ഞു, ഞാൻ എൻ്റെ തലയിൽ റൊട്ടി ചുമക്കുന്നതായും പക്ഷികൾ അതിൽ നിന്ന് തിന്നുന്നതായും സ്വപ്നം കണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് ഇതിന്റെ വ്യാഖ്യാനം പറഞ്ഞു തരിക. താങ്കളെ നല്ല ഒരാളായാണ് ഞങ്ങൾ കാണുന്നത്. قال لا يأتيكما طعام ترزقانه إلا نبأتكما بتأويله قبل أن يأتيكما ذلكما مما علمني ربي إني تركت ملة قوم لا يؤمنون بالله وهم بالآخرة هم كافرون. യൂസുഫ് പറഞ്ഞു, നിങ്ങൾക്ക് തിന്നാനുള്ള അന്നം വന്നെത്തും മുമ്പേ ഞാൻ അതിൻ്റെ പൊരുൾ നിങ്ങൾക്ക് വിവരിച്ചു തരാതിരിക്കില്ല. എനിക്കെൻ്റെ നാഥൻ പഠിപ്പിച്ചു തന്നവയിൽപ്പെട്ടതാണത്. അല്ലാഹുവിൽ വിശ്വസിക്കാത്തവരും പരലോകത്തെ നിഷേധിക്കുന്നവരുമായ ഈ ജനത്തിന്റെ മാർഗം ഞാൻ കൈവെടിഞ്ഞിരിക്കുന്നു. واتبعت ملة آبائي إبراهيم وإسحاق ويعقوب ما كان لنا أن نشرك بالله من شيء ذلك من فضل الله علينا وعلى الناس ولكن أكثر الناس لا يشكرون. എന്റെ പിതാക്കളായ ഇബ്രാഹീമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കൂബിന്റെയും മാർഗമാണ് ഞാൻ പിൻപറ്റുന്നത്. അല്ലാഹുവിൽ ഒന്നിനെയും പങ്കുചേർക്കാൻ നമുക്ക് അനുവാദമില്ല. അല്ലാഹു ഞങ്ങൾക്കും മറ്റു മുഴുവൻ മനുഷ്യർക്കും നൽകിയ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണിത്. എങ്കിലും മനുഷ്യരിലേറെ പേരും നന്ദി കാണിക്കുന്നില്ല. يا صاحبي السجن أأرباب متفرقون خير أم الله الواحد القهار. എന്റെ ജയിൽ കൂട്ടുകാരെ, വ്യത്യസ്തരായ പല പല ദൈവങ്ങളാണോ ഉത്തമം, അതോ സർവാധിനാഥനും ഏകനുമായ അല്ലാഹു? ما تعبدون من دونه إلا أسماء سميتموها أنتم وآباؤكم ما أنزل الله بها من سلطان إن الحكم إلا لله أمر ألا تعبدوا إلا إياه
അവനെ വിട്ട് നിങ്ങൾ പൂജിച്ചുകൊണ്ടിരിക്കുന്നവയൊക്കെയും നിങ്ങളും നിങ്ങളുടെ പൂർവ്വപിതാക്കളും വ്യാജമായി പടച്ചുണ്ടാക്കിയ ചില പേരുകളല്ലാതൊന്നുമല്ല. അല്ലാഹു അതിനൊന്നിനും ഒരു പ്രമാണവും ഇറക്കിത്തന്നിട്ടില്ല. വിധിക്കധികാരം അല്ലാഹുവിന് മാത്രമാണ്. അവനെയല്ലാതെ യാതൊന്നിനെയും നിങ്ങൾ വഴങ്ങരുതെന്ന് അവൻ ആജ്ഞാപിച്ചിരിക്കുന്നു. ഏറ്റവും ശരിയായ ജീവിതക്രമം അതാണ്. എങ്കിലും ഏറെ മനുഷ്യരും അതറിയുന്നില്ല. يا صاحبي السجن أما أحدكما فيسقي ربه خمرا وأما الآخر فيصلب فتأكل الطير من رأسه قضي الأمر الذي فيه تستفتيان. എന്റെ ജയിൽ കൂട്ടുകാരെ, നിങ്ങളിലൊരാൾ തന്റെ യജമാനന് മദ്യം വിളമ്പിക്കൊണ്ടിരിക്കും. മറ്റേയാൾ കുരിശിലേറ്റപ്പെടും. അങ്ങനെ അയാളുടെ തലയിൽ നിന്ന് പക്ഷികൾ കൊത്തിത്തിന്നും. നിങ്ങളിരുവരും വിധി തേടിയ കാര്യം തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. وقال للذي ظن أنه ناج منهم اذكرني عند ربك فأنساه الشيطان ذكر ربه فلبث في السجن بضع سنين. അവരിരുവരിൽ രക്ഷപ്പെടുമെന്ന് താൻ കരുതിയ ആളോട് യൂസുഫ് പറഞ്ഞു, നീ നിന്റെ യജമാനനോട് എന്നെപ്പറ്റി പറയുക. എങ്കിലും യജമാനനോട് അതേക്കുറിച്ച് പറയുന്ന കാര്യം പിശാച് അയാളെ മറപ്പിച്ചു. അതിനാൽ യൂസുഫ് ഏതാനും കൊല്ലം ജയിലിൽ കഴിഞ്ഞു. وقال الملك إني أرى 7 بقرات سمان يأكلهن 7 عجاف و7 سنبلات خضر وأخر يابسات يا أيها الملأ أفتوني في رؤياي إن كنتم للرؤيا تعبرون. ഒരിക്കൽ രാജാവ് പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടിരിക്കുന്നു. 7 തടിച്ചു കൊഴുത്ത പശുക്കൾ അവയെ 7 മെലിഞ്ഞ പശുക്കൾ തിന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം 7 പച്ചക്കതിരുകളും 7 ഉണങ്ങിയ കതിരുകളും. അതിനാൽ വിദ്വാൻമാരെ, എന്റെ ഈ സ്വപ്നത്തിന്റെ പൊരുൾ എനിക്ക് പറഞ്ഞു തരിക, നിങ്ങൾ സ്വപ്നവ്യാഖ്യാതാക്കളാണെങ്കിൽ. അവർ പറഞ്ഞു, ഇതൊക്കെ പാഴ്ക്കിനാവുകളാണ്. ഞങ്ങൾ അത്തരം പാഴ്ക്കിനാവുകളുടെ വ്യാഖ്യാനം അറിയുന്നവരല്ല. ആ 2 ജയിൽ കൂട്ടുകാരിൽ രക്ഷപ്പെട്ടവൻ കുറെ കാലത്തിനു ശേഷം ഓർമ്മിച്ചു പറഞ്ഞു, അതിന്റെ വ്യാഖ്യാനം ഞാൻ നിങ്ങൾക്കറിയിച്ചു തരാം. നിങ്ങൾ എന്നെ ചുമതലപ്പെടുത്തി അയച്ചാൽ. يوسف أيها الصديق أفتنا في 7 بقرات سمان يأكلهن 7 عجاف و7 سنبلات خضر وأخر يابسات لعلي أرجع إلى الناس لعلهم يعلمون. അയാൾ പറഞ്ഞു, സത്യസന്ധനായ യൂസുഫേ, എനിക്ക് ഇതിലൊരു വിധി തരിക. 7 തടിച്ചു കൊഴുത്ത പശുക്കൾ, 7 മെലിഞ്ഞ പശുക്കൾ അവയെ തിന്നുന്നു. പിന്നെ 7 പച്ചക്കതിരുകളും 7 ഉണങ്ങിയ കതിരുകളും. ജനങ്ങൾക്ക് കാര്യം ഗ്രഹിക്കാനായി എനിക്ക് ആ വിശദീകരണവുമായി ജനങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു പോകാം. قال تزرعون 7 سنين دأبا فما حصدتم فذروه في سنبله إلا قليلا مما تأكلون. യൂസുഫ് പറഞ്ഞു, 7 കൊല്ലം നിങ്ങൾ തുടർച്ചയായി കൃഷി ചെയ്യും. അങ്ങനെ നിങ്ങൾ കൊയ്തെടുക്കുന്നവ അവയുടെ കതിരിൽ തന്നെ സൂക്ഷിച്ചു വെക്കുക. നിങ്ങൾക്ക് ആഹരിക്കാൻ ആവശ്യമായ അല്പമൊഴിയും. ثم
يأتي من بعد ذلك 7 شداد يأكلن ما قدمتم لهن إلا قليلا مما تحصنون. പിന്നീട് അതിനുശേഷം കഷ്ടതയുടെ 7 ആണ്ടുകളുണ്ടാകും. അക്കാലത്തേക്കായി നിങ്ങൾ കരുതിവെച്ചവ നിങ്ങൾ അന്ന് തിന്നു തീർക്കും. നിങ്ങൾ പ്രത്യേകം സൂക്ഷിച്ചു വെച്ച അല്പമൊഴി. ثم يأتي من بعد ذلك عام فيه يغاث الناس وفيه يعصرون. പിന്നീട് അതിനുശേഷം ഒരു കൊല്ലം വരും. അന്ന് ആളുകൾക്ക് സുഭിക്ഷതയുണ്ടാകും. അവർ തങ്ങൾക്കാവശ്യമുള്ളത് പിഴിഞ്ഞെടുക്കുകയും ചെയ്യും. وقال الملك ائتوني به فلما جاءه الرسول قال ارجع إلى ربك فاسأله ما بال النسوة اللاتي قطعن أيديهن إن ربي بكيدهن عليم. രാജാവ് പറഞ്ഞു, നിങ്ങൾ യൂസുഫിനെ എന്റെ അടുത്തു കൊണ്ടുവരിക. യൂസഫിന്റെ അടുത്ത് ദൂതൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ നിന്റെ യജമാനന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോവുക. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുക, സ്വന്തം കൈകൾക്ക് മുറിവുണ്ടാക്കിയ ആ സ്ത്രീകളുടെ സ്ഥിതി എന്തെന്ന്. എന്റെ നാഥൻ അവരുടെ കുതന്ത്രത്തെപ്പറ്റി നന്നായി അറിയുന്നവനാണ് തീർച്ച. قال ما خطبكن إذ راوتن يوسف عن نفسه قلنا حاش لله ما علمنا عليه من سوء قالت امرأة العزيز الآن حصحص الحق أنا راودته عن نفسه وإنه لمن الصادقين. രാജാവ് സ്ത്രീകളോട് ചോദിച്ചു, യൂസഫിനെ വശപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ നിങ്ങളുടെ അനുഭവം എന്തായിരുന്നു? അവർ പറഞ്ഞു, മഹത്വം അല്ലാഹുവിനു തന്നെ. യൂസഫിനെപ്പറ്റി മോശമായതൊന്നും ഞങ്ങൾക്കറിയില്ല. പ്രഭുവിന്റെ പത്നി പറഞ്ഞു, ഇപ്പോൾ സത്യം വെളിപ്പെട്ടിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ വശപ്പെടുത്താൻ സ്വയം ശ്രമിക്കുകയായിരുന്നു. തീർച്ചയായും അദ്ദേഹം സത്യവാനാണ്. ذلك ليعلم أني لم أخنه بالغيب وأن الله لا يهدي كيد الخائنين. യൂസുഫ് പറഞ്ഞു, പ്രഭുവില്ലാത്ത നേരത്ത് ഞാൻ അദ്ദേഹത്തെ വഞ്ചിച്ചിട്ടില്ലെന്ന് അദ്ദേഹം അറിയാനാണ് ഞാൻ അങ്ങനെ ചെയ്തത്. വഞ്ചകരുടെ കുതന്ത്രങ്ങളെ അല്ലാഹു ഒരിക്കലും ലക്ഷ്യത്തിലെത്തിക്കുകയില്ല. وما أبرئ نفسي إن النفس لأمارة بالسوء إن النفس لأمارة بالسوء إلا ما رحم ربي إن ربي غفور رحيم. ഞാൻ എന്റെ മനസ്സ് കുറ്റമറ്റതാണെന്ന് അവകാശപ്പെടുന്നില്ല. തീർച്ചയായും മനുഷ്യ മനസ്സ് തിന്മയ്ക്ക് പ്രേരിപ്പിക്കുന്നത് തന്നെ. എന്റെ നാഥൻ അനുഗ്രഹിച്ചവരുടേതൊഴികെ. എന്റെ നാഥൻ ഏറെ പൊറുക്കുന്നവനും പരമദയാലുവുമാണ് തീർച്ച. وقال الملك ائتوني به أستخلصه لنفسي فلما كلمه قال إنك اليوم لدينا مكين أمين. രാജാവ് കൽപ്പിച്ചു, നിങ്ങൾ അദ്ദേഹത്തെ എന്റെ അടുത്തെത്തിക്കുക. ഞാൻ അദ്ദേഹത്തെ എന്റെ പ്രത്യേകക്കാരനായി സ്വീകരിക്കട്ടെ. അങ്ങനെ അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ രാജാവ് പറഞ്ഞു, താങ്കൾ ഇന്ന് നമ്മുടെ അടുത്ത് ഉന്നതസ്ഥാനീയനാണ്, നമ്മുടെ വിശ്വസ്തനും. قال اجعلني على خزائن الأرض إني حفيظ عليم. യൂസഫ് പറഞ്ഞു, രാജ്യത്തെ ഖജനാവുകളുടെ ചുമതല എന്നെ ഏൽപ്പിക്കുക. തീർച്ചയായും ഞാനത് പരിരക്ഷിക്കുന്നവനും അതിനാവശ്യമായ അറിവുള്ളവനുമാണ്. وكذلك مكنا ليوسف في الأرض يتبوأ منها حيث يشاء
نصيب برحمتنا من نشاء ولا نضيع أجر المحسنين. അவ்വിധം നാം യൂസഫിന് അന്നാട്ടിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നിടമെല്ലാം അധികാരം ഉപയോഗിക്കാൻ കഴിയുമാറ് സൗകര്യം ചെയ്തു കൊടുത്തു. നാം ഉദ്ദേശിക്കുന്നവർക്ക് നമ്മുടെ കാരുണ്യം നൽകുന്നു. സൽക്കർമ്മികൾക്കുള്ള പ്രതിഫലം നാം ഒട്ടും പാഴാക്കുകയില്ല. وَلَأَجْرُ الْآخِرَةِ خَيْرٌ لِّلَّذِينَ آمَنُوا وَلَأَجْرُ الْآخِرَةِ خَيْرٌ لِّلَّذِينَ آمَنُوا وَكَانُوا يَتَّقُونَ. എന്നാൽ സത്യവിശ്വാസം സ്വീകരിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്നവർക്ക് പരലോകത്തെ പ്രതിഫലമാണ് ഉത്തമം. وجاء إخوة يوسف فدخلوا عليه فعرفهم وهم له منكرون. യൂസുഫിന്റെ സഹോദരന്മാർ വന്നു. അവർ അദ്ദേഹത്തിന്റെ അടുത്തെത്തി. അപ്പോൾ അദ്ദേഹം അവരെ തിരിച്ചറിഞ്ഞു. എന്നാൽ അവർക്ക് അദ്ദേഹത്തെ മനസ്സിലായി. ولما جهزهم بجهازهم قال ائتوني بأخ لكم من أبيكم ألا ترون أني أوفي الكيل وأنا خير المنزلين. അദ്ദേഹം അവർക്കാവശ്യമായ ചരക്കുകൾ ഒരുക്കിക്കൊടുത്തു. എന്നിട്ടിങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ പിതാവത്വ സഹോദരനെ എന്റെ അടുത്തു കൊണ്ടുവരണം. ഞാൻ അളവിൽ തികവ് വരുത്തുന്നതും ഏറ്റവും നല്ല നിലയിൽ ആതിഥ്യമരുളുന്നതും നിങ്ങൾ കാണുന്നില്ലേ? فإن لم تأتوني به فلا كيل لكم عندي ولا تقربون. നിങ്ങൾ അവനെ എന്റെ അടുത്ത് കൊണ്ടുവന്നില്ലെങ്കിൽ നിങ്ങൾക്കിനി ഇവിടെ നിന്ന് ധാന്യം അളന്നു തരുന്നതല്ല. നിങ്ങൾ എന്റെ അടുത്ത് വരികയും വേണം. قالوا سنراود عنه أباه وإنا لفاعلون. അവർ പറഞ്ഞു, അവന്റെ കാര്യത്തിൽ പിതാവിനെ സമ്മതിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കാം. തീർച്ചയായും ഞങ്ങൾ അങ്ങനെ ചെയ്യാം. وقال لفتيانه اجعلوا بضاعتهم في رحالهم لعلهم يعرفونها إذا انقلبوا إلى أهلهم لعلهم يرجعون. യൂസഫ് തന്റെ ഭൃത്യന്മാരോട് പറഞ്ഞു, അവർ പകരം തന്ന ചരക്കുകൾ അവരുടെ ഭാണ്ഡങ്ങളിൽ തന്നെ വെച്ചേക്കുക. അവർ തങ്ങളുടെ കുടുംബത്തിൽ തിരിച്ചെത്തിയാൽ അത് തിരിച്ചറിഞ്ഞുകൊള്ളും. അവർ വീണ്ടും വന്നേക്കും. فلما رجعوا إلى أبيهم قالوا يا أبانا منع منا الكيل فأرسل معنا أخانا نكتل وإنا له لحافظون. അവർ തങ്ങളുടെ പിതാവിന്റെ അടുത്ത് മടങ്ങിയെത്തിയപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് അളന്നു കിട്ടുന്നത് തടയപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഞങ്ങളോടൊത്ത് ഞങ്ങളുടെ സഹോദരനെ കൂടി അയച്ചു തരിക. എങ്കിൽ ഞങ്ങൾക്ക് ധാന്യം അളന്നു കിട്ടും. തീർച്ചയായും ഞങ്ങൾ അവനെ വേണ്ട പോലെ കാത്തുരക്ഷിക്കും. قال هل آمنكم عليه إلا كما أمنتكم على أخيه من قبل فالله خير حافظا وهو أرحم الراحمين. പിതാവ് പറഞ്ഞു, അവന്റെ കാര്യത്തിൽ എനിക്ക് നിങ്ങളെ വിശ്വസിക്കാനാവുമോ? നേരത്തെ അവന്റെ സഹോദരന്റെ കാര്യത്തിൽ നിങ്ങളെ വിശ്വസിച്ച പോലെയല്ലേ ഇതും? അല്ലാഹുവാണ് ഏറ്റവും നല്ല സംരക്ഷകൻ. അവൻ കാരുണ്യകരിൽ പരമകാരുണ്യകനാകും. ولما فتحوا متاعهم وجدوا بضاعتهم ردت إليهم قالوا يا أبانا ما نبغي هذه بضاعتنا ردت إلينا ونمير أهلنا ونحفظ أخانا ونزداد كيل بعير ذلك كيل يسير.
അവർ തങ്ങളുടെ കെട്ടുകൾ തുറന്നു നോക്കിയപ്പോൾ തങ്ങൾ കൊണ്ടുപോയ ചരക്കുകൾ തങ്ങൾക്കു തന്നെ തിരിച്ചു കിട്ടിയതായി കണ്ടു. അപ്പോഴവർ പറഞ്ഞു, ഞങ്ങളുടെ പിതാവേ, നമുക്കിനി എന്തു വേണം? നമ്മുടെ ചരക്കുകളിതാ നമുക്ക് തന്നെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഞങ്ങൾ പോയി കുടുംബത്തിനാവശ്യമായ ആഹാര സാധനങ്ങൾ കൊണ്ടുവരാം. ഞങ്ങളുടെ സഹോദരനെ കാത്തുരക്ഷിക്കുകയും ചെയ്യാം. ഒരൊട്ടകത്തിന് ചുമക്കാവുന്ന അത്ര ധാന്യം നമുക്ക് കൂടുതൽ കിട്ടുമല്ലോ. അത്രയും കൂടുതൽ അളന്നു കിട്ടുക എന്നത് വളരെ വേഗം സാധിക്കുന്ന കാര്യമത്രേ. قال لن أرسله معكم حتى تؤتون موثقا من الله لتأتونني به إلا أن يحاط بكم فلما آتوه موثقهم قال الله على ما نقول وكيل. പിതാവ് പറഞ്ഞു, നിങ്ങൾ വല്ല അപകടത്തിലും അകപ്പെട്ടില്ലെങ്കിൽ അവനെ എന്റെ അടുത്ത് തിരിച്ചു കൊണ്ടുവരുമെന്ന് അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾ ഉറപ്പു തരും വരെ ഞാൻ അവനെ നിങ്ങളോടൊപ്പം അയക്കുകയില്ല. അങ്ങനെ അവരദ്ദേഹത്തിന് ഉറപ്പു നൽകിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, നാം ഇപ്പറയുന്നതിന് കാവൽ നിൽക്കുന്നവൻ അല്ലാഹുവാണ്. وقال يا بني لا تدخلوا من باب واحد وادخلوا من أبواب متفرقة وما أغني عنكم من الله من شيء إن الحكم إلا لله عليه توكلت عليه فليتوكل المتوكلون. അദ്ദേഹം അവരോട് പറഞ്ഞു, എന്റെ മക്കളെ, നിങ്ങൾ ഒരേ വാതിലിലൂടെ പ്രവേശിക്കരുത്, വ്യത്യസ്ത വാതിലുകളിലൂടെ പ്രവേശിക്കുക. അള്ളാഹുവിന്റെ വിധിയിൽ നിന്ന് ഒന്നുപോലും നിങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്താൻ എനിക്കു സാധ്യമല്ല. വിധിനിശ്ചയം അള്ളാഹുവിൻ്റേത് മാത്രമാണല്ലോ. ഞാനിതാ അവനിൽ ഭരമേൽപ്പിക്കുന്നു. ഭരമേൽപ്പിക്കുന്നവർ അവനിലാണ് ഭരമേൽപ്പിക്കേണ്ടത്. ولما دخلوا من حيث أمرهم أبوهم ما كان يغني عنهم من الله من شيء إلا حاجة في نفس يعقوب قضاها وإنه لذو علم لما علمناه ولكن أكثر الناس لا يعلمون. അവരുടെ പിതാവ് കൽപ്പിച്ച പോലെ അവർ പ്രവേശിച്ചപ്പോൾ അള്ളാഹുവിന്റെ വിധിയിൽ നിന്ന് ഒന്നും അവരിൽ നിന്ന് തടഞ്ഞു നിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. യാക്കൂബിന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരാഗ്രഹം അദ്ദേഹം പൂർത്തീകരിച്ചുവെന്നു മാത്രം. നാം പഠിപ്പിച്ചു കൊടുത്തതിനാൽ അദ്ദേഹം അറിവുള്ളവനാണ്. എന്നാൽ മനുഷ്യരിലേറെ പേരും അറിയുന്നില്ല. ولما دخلوا على يوسف آوى إليه أخاه قال إني أنا أخوك فلا تبتئس بما كانوا يعملون. അവർ യൂസുഫിന്റെ സന്നിധിയിൽ പ്രവേശിച്ചപ്പോൾ അദ്ദേഹം തന്റെ സഹോദരനെ അടുത്തുവരുത്തി. എന്നിട്ടവനോട് പറഞ്ഞു, ഞാൻ നിന്റെ സഹോദരനാണ്. ഇവർ ചെയ്തു കൂട്ടിയതിനെക്കുറിച്ചൊന്നും നീ ഇനി ദുഃഖിക്കേണ്ടതില്ല. فلما جهزهم بجهازهم جعل السقاية في رحل أخيه ثم أذن مؤذن أيتها العير إنكم لسارقون. അങ്ങനെ അദ്ദേഹം ചരക്കുകൾ ഒരുക്കിക്കൊടുത്തപ്പോൾ തന്റെ സഹോദരന്റെ ഭാണ്ഡത്തിൽ പാനപാത്രം എടുത്തുവെച്ചു. പിന്നീട് ഒരു വിളംബരക്കാരൻ വിളിച്ചു പറഞ്ഞു, ഹേ യാത്രാസംഘമേ, നിങ്ങൾ കള്ളന്മാരാണ്. അവരുടെ നേരെ തിരിഞ്ഞ് യാത്രാസംഘം ചോദിച്ചു,
എന്താണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്? قالوا نفقد صواع الملك ولمن جاء به حمل بعير وأنا به زعيم. അവർ പറഞ്ഞു, രാജാവിന്റെ പാനപാത്രം നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് കൊണ്ടുവന്നു തരുന്നവന് ഒരൊട്ടകത്തിന് ചുമക്കാവുന്നത്ര ധാന്യം സമ്മാനമായി കിട്ടും. ഞാനതിന് ബാധ്യസ്ഥനാണ്. قالوا تالله لقد علمتم ما جئنا لنفسد في الأرض وما كنا سارقين. യാത്രാസംഘം പറഞ്ഞു, അല്ലാഹു സത്യം, നിങ്ങൾക്കറിയാമല്ലോ, നാട്ടിൽ നാശമുണ്ടാക്കാൻ വന്നവരല്ല ഞങ്ങൾ കള്ളന്മാരുമല്ല. قالوا فما جزاؤه إن كنتم كاذبين. അവർ ചോദിച്ചു, നിങ്ങൾ കള്ളം പറഞ്ഞവരാണെങ്കിൽ എന്തു ശിക്ഷയാണ് നൽകേണ്ടത്? قالوا جزاؤه من وجد في رحله فهو جزاؤه كذلك نجزي الظالمين. യാത്രാസംഘം പറഞ്ഞു, അതിനുള്ള ശിക്ഷ ഇതാണ്: ആരുടെ ഭാണ്ഡത്തിൽ നിന്നാണോ അത് കണ്ടുകിട്ടുന്നത് അവനെ പിടിച്ചുവെക്കണം. അങ്ങനെയാണ് ഞങ്ങൾ അക്രമികൾക്ക് ശിക്ഷ നൽകാറുള്ളത്. فبدأ بأوعيتهم قبل وعاء أخيه ثم استخرجها من وعاء أخيه كذلك كدنا ليوسف ما كان ليأخذ أخاه في دين الملك إلا أن يشاء الله نرفع درجات من نشاء وفوق كل ذي علم عليم. യൂസഫ് തന്റെ സഹോദരന്റെ ഭാണ്ഡം പരിശോധിക്കുന്നതിന് മുമ്പ് അവരുടെ ഭാണ്ഡങ്ങൾ പരിശോധിക്കാൻ തുടങ്ങി. അവസാനം അത് തന്റെ സഹോദരന്റെ ഭാണ്ഡത്തിൽ നിന്ന് പുറത്തെടുത്തു. അவ்விധം നാം യൂസഫിനു വേണ്ടി തന്ത്രം പ്രയോഗിച്ചു. അല്ലാഹു ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നെങ്കിലല്ലാതെ രാജാവിന്റെ നിയമമനുസരിച്ച് യൂസഫിന് തന്റെ സഹോദരനെ പിടിച്ചുവെക്കാൻ സാധിക്കുമായിരുന്നില്ല. നാം ഇച്ഛിക്കുന്നവരെ നാം പല പദവികളിലും ഉയർത്തുന്നു. അറിവുള്ളവർക്കെല്ലാം ഉപരിയായി സർവജ്ഞനായി അല്ലാഹുവുണ്ട്. قالوا إن يسرق فقد سرق أخ له من قبل فأسرها يوسف في نفسه ولم يبدها لهم قال أنتم شر مكانا والله أعلم بما تصفون. സഹോദരന്മാർ പറഞ്ഞു, അവൻ കട്ടുവെങ്കിൽ അവന്റെ സഹോദരനും മുമ്പ് കട്ടിട്ടുണ്ട്. യൂസുഫ് ഇതൊക്കെ തന്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചു. യാഥാർത്ഥ്യം അവരോട് വെളിപ്പെടുത്തിയില്ല. അദ്ദേഹം ഇത്രമാത്രം പറഞ്ഞു, നിങ്ങളുടെ നിലപാട് നന്നേ മോശം തന്നെ. നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതിനെപ്പറ്റിയൊക്കെ നന്നായി അറിയാവുന്നവനാണ് അല്ലാഹ്. قالوا يا أيها العزيز إن له أبا شيخا كبيرا فخذ أحدنا مكانه إنا نراك من المحسنين. അവർ പറഞ്ഞു, പ്രഭോ, ഇവന് വയോവൃദ്ധനായ പിതാവുണ്ട്. അതിനാൽ ഇവന് പകരമായി അങ്ങ് ഞങ്ങളിലാരെയെങ്കിലും പിടിച്ചുവെച്ചാലും ഞങ്ങൾ അങ്ങയെ കാണുന്നത് അങ്ങേയറ്റം സന്മനസ്സുള്ളവനായാണ്. قال معاذ الله أن نأخذ إلا من وجدنا متاعنا عنده إنا إذا لظالمون. യൂസുഫ് പറഞ്ഞു, അല്ലാഹുവിൽ ശരണം. നമ്മുടെ സാധനം ആരുടെ കയ്യിലാണോ കണ്ടെത്തിയത് അവനെയല്ലാതെ മറ്റാരെയെങ്കിലും പിടിച്ചുവെക്കുകയോ എങ്കിൽ ഞങ്ങൾ അതിക്രമികളായിത്തീരും. فلما استيئسوا منه خلصوا نجيا قال كبيرهم ألم تعلموا أن أباكم قد
قد أخذ عليكم موثقا من الله ومن قبل ما فرطتم في يوسف فلن أبرح الأرض حتى يأذن لي أبي أو يحكم الله لي وهو خير الحاكمين. സഹോദരനെ സംബന്ധിച്ച് നിരാശരായപ്പോൾ അവർ മാറിയിരുന്ന് കൂടിയാലോചിച്ചു. അവരിലെ മുതിർന്നവൻ പറഞ്ഞു, നിങ്ങൾക്കറിഞ്ഞുകൂടെ, നിങ്ങളുടെ പിതാവ് അല്ലാഹുവിന്റെ പേരിൽ നിങ്ങളോട് ഉറപ്പ് വാങ്ങിയ കാര്യം? മുമ്പ് യൂസഫിന്റെ കാര്യത്തിൽ നിങ്ങൾ അക്രമം കാണിച്ചിട്ടുണ്ടെന്നും അതിനാൽ എന്റെ പിതാവ് എനിക്കനുവാദം തരികയോ അല്ലെങ്കിൽ അല്ലാഹു എന്റെ കാര്യം തീരുമാനിക്കുകയോ ചെയ്യും വരെ ഞാൻ ഈ നാട് വിടുകയില്ല. വിധികർത്താക്കളിൽ ഉത്തമൻ അല്ലാഹുവാണല്ലോ. سرق وما شهدنا إلا بما علمنا وما كنا للغيب حافظين. നിങ്ങൾ നിങ്ങളുടെ പിതാവിന്റെ അടുത്ത് മടങ്ങിച്ചെന്ന് പറയുക, ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മകൻ കളവ് നടത്തി. ഞങ്ങൾ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞങ്ങൾ സാക്ഷ്യം വഹിച്ചത്. അദൃശ്യകാര്യം ഞങ്ങൾക്ക് അറിയില്ലല്ലോ. ഞങ്ങൾ താമസിച്ചു പോന്ന നാട്ടുകാരോട് ചോദിച്ചു നോക്കുക. ഞങ്ങളോടൊന്നിച്ചുണ്ടായിരുന്ന യാത്രാസംഘത്തോടും അങ്ങേക്ക് അന്വേഷിക്കാം. ഞങ്ങൾ സത്യമേ പറയുന്നുള്ളൂ. പിതാവ് പറഞ്ഞു, അല്ല, നിങ്ങളുടെ മനസ്സ് നിങ്ങളെ ഒരു കാര്യത്തിന് പ്രേരിപ്പിച്ചു. അത് നിങ്ങൾക്ക് ചേതോഹരമായി തോന്നി. അതിനാൽ നന്നായി ക്ഷമിക്കുക തന്നെ. ഒരു വേള അല്ലാഹു അവരെ എല്ലാവരെയും എന്റെ അടുത്തെത്തിച്ചേക്കാം. അവൻ എല്ലാം അറിയുന്നവനും യുക്തിജ്ഞനും തന്നെ. അദ്ദേഹം അവരിൽ നിന്ന് പിന്തിരിഞ്ഞ് ഇങ്ങനെ പറഞ്ഞു, ഹാ, യൂസുഫിന്റെ കാര്യം എത്ര കഷ്ടം! ദുഃഖം കൊണ്ട് അദ്ദേഹത്തിന്റെ ഇരു കണ്ണുകളും വെളുത്തു വിളറി. അദ്ദേഹം അതീവ ദുഃഖിതനായി. അവർ പറഞ്ഞു, അല്ലാഹു സത്യം, അങ്ങ് യൂസുഫിനെ തന്നെ ഓർത്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങ് പറ്റേ അവശനാവുകയോ ജീവൻ വെടിയുകയോ ചെയ്യുമെന്ന് ഞങ്ങൾ ആശങ്കിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, എന്റെ വേദനയെയും വ്യസനത്തെയും സംബന്ധിച്ച് ഞാൻ അല്ലാഹുവോട് മാത്രമാണ് ആവലാതിപ്പെടുന്നത്. നിങ്ങൾക്കറിയാത്ത പലതും അല്ലാഹുവിൽ നിന്ന് ഞാൻ അറിയുന്നു. ولا تيأسوا من روح الله إنه لا ييأس من روح الله إلا القوم الكافرون. എന്റെ മക്കളെ, നിങ്ങൾ പോയി യൂസുഫിനെയും അവന്റെ സഹോദരനെയും സംബന്ധിച്ച് അന്വേഷിച്ചു നോക്കുക. അല്ലാഹുവിങ്കൽ നിന്നുള്ള കാരുണ്യത്തെ സംബന്ധിച്ച് നിരാശരാവരുത്. സത്യനിഷേധികളായ ജനമല്ലാതെ
അള്ളാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിരാശരാവുകയില്ല. فلما دخلوا عليه قالوا يا أيها العزيز مسنا وأهلنا الضر وجئنا ببضاعة مزجاة فأوف لنا الكيل وتصدق علينا إن الله يجزي المتصدقين. അങ്ങനെ അവർ യൂസഫിന്റെ അടുത്ത് കടന്നു ചെന്നു. അവർ പറഞ്ഞു, പ്രഭോ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും വറുതി ബാധിച്ചിരിക്കുന്നു. താണതരം ചരക്കുമായാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതിനാൽ അങ്ങ് ഞങ്ങൾക്ക് അളവ് പൂർത്തീകരിച്ചു തരണം. ഞങ്ങൾക്ക് ദാനമായും നൽകണം. ധർമ്മിഷ്ഠർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകും. قال هل علمتم ما فعلتم بيوسف وأخيه إذ أنتم جاهلون. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അവിവേകികളായിരുന്നപ്പോൾ യൂസഫിനോടും അവന്റെ സഹോദരനോടും ചെയ്തതെന്താണെന്ന് അറിയാമോ? قالوا أئنك لأنت يوسف قال أنا يوسف وهذا أخي قد من الله علينا إنه من يتق ويصبر فإن الله لا يضيع أجر المحسنين. അവർ ചോദിച്ചു, താങ്കൾ തന്നെയാണോ യൂസഫ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ തന്നെയാണ് യൂസഫ്. ഇതെന്റെ സഹോദരനും. അള്ളാഹു ഞങ്ങളോട് ഔദാര്യം കാണിച്ചിരിക്കുന്നു. ആർ സൂക്ഷ്മത പുലർത്തുകയും ക്ഷമ പാലിക്കുകയും ചെയ്യുന്നുവോ അത്തരം സദ്വൃത്തരുടെ പ്രതിഫലം അള്ളാഹു നഷ്ടപ്പെടുത്തുകയില്ല. قالوا تالله لقد آثرك الله علينا وإن كنا لخاطئين. അവർ പറഞ്ഞു, അള്ളാഹുവാണ് സത്യം. അള്ളാഹു താങ്കൾക്ക് ഞങ്ങളെക്കാൾ ശ്രേഷ്ഠത കൽപ്പിച്ചിരിക്കുന്നു. തീർച്ചയായും ഞങ്ങൾ തെറ്റുകാരായി. قال لا تثريب عليكم اليوم يغفر الله لكم وهو أرحم الراحمين. അദ്ദേഹം പറഞ്ഞു, ഇന്ന് നിങ്ങൾക്കെതിരെ പ്രതികാരമൊന്നുമില്ല. അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് നൽകട്ടെ. അവൻ കാരുണ്യകരിൽ പരമകാരുണികനല്ലോ. اذهبوا بقميصي هذا فألقوه على وجه أبي يأت بصيرا وأتوني بأهلكم أجمعين. നിങ്ങൾ എന്റെ ഈ കുപ്പായവുമായി പോവുക. എന്നിട്ടത് എന്റെ പിതാവിന്റെ മുഖത്ത് ഇട്ടുകൊടുക്കുക. അപ്പോൾ അദ്ദേഹം കാഴ്ചയുള്ളവനായിത്തീരും. പിന്നെ നിങ്ങൾ നിങ്ങളുടെ എല്ലാ കുടുംബക്കാരെയും കൊണ്ട് എന്റെ അടുത്ത് വരിക. ولما فصلت العير قال أبوهم إني لأجد ريح يوسف لولا أن تفندون. യാത്രാസംഘം അവിടം വിട്ടപ്പോൾ അവരുടെ പിതാവ് പറഞ്ഞു, ഉറപ്പായും യൂസഫിന്റെ വാസന ഞാൻ അനുഭവിക്കുന്നു. നിങ്ങൾ എന്നെ ബുദ്ധിഭ്രമം ബാധിച്ചവനായി ആക്ഷേപിക്കുന്നില്ലെങ്കിൽ. قالوا تالله إنك لفي ضلالك القديم. വീട്ടുകാർ പറഞ്ഞു, അല്ലാഹു തന്നെ സത്യം. അങ്ങ് ഇപ്പോഴും അങ്ങയുടെ ആ പഴയ ബുദ്ധിഭ്രമത്തിൽ തന്നെ. فلما أن جاء البشير ألقاه على وجهه فارتد بصيرا قال ألم أقل لكم إني أعلم من الله ما لا تعلمون. പിന്നീട് ശുഭവാർത്ത അറിയിക്കുന്നയാൾ വന്നു. അയാൾ ആ കുപ്പായം അദ്ദേഹത്തിന്റെ മുഖത്തിട്ടുകൊടുത്തു. അദ്ദേഹം കാഴ്ചയുള്ളവനായി. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ, നിങ്ങൾക്കറിയാത്ത പലതും ഞാൻ അല്ലാഹുവിൽ നിന്ന് അറിയുന്നുവെന്ന്. قالوا يا أبانا استغفر لنا ذنوبنا إنا كنا خاطئين. അവർ പറഞ്ഞു, ഞങ്ങളുടെ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പാപമോചനത്തിനായി പ്രാർത്ഥിക്കണമേ. തീർച്ചയായും ഞങ്ങൾ കുറ്റവാളികളായിരുന്നു. قال
فأستغفر لكم ربي إنه هو الغفور الرحيم. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ നാഥനോട് പാപമോചനത്തിനായി പ്രാർത്ഥിക്കാം. അവൻ ഏറെ പൊറുക്കുന്നവനും പരമദയാലുവും തന്നെ തീർച്ച. فلما دخلوا على يوسف آوى إليه أبويه وقال ادخلوا مصر إن شاء الله آمنين. പിന്നീട് അവരെല്ലാം യൂസുഫിന്റെ സന്നിധിയിൽ പ്രവേശിച്ചു. യൂസുഫ് തന്റെ മാതാപിതാക്കളെ തന്നിലേക്ക് ചേർത്തു നിർത്തി. അദ്ദേഹം പറഞ്ഞു, വരിക, നിർഭയരായി ഈ പട്ടണത്തിൽ പ്രവേശിച്ചു കൊള്ളുക, അല്ലാഹു ഇച്ഛിക്കുന്നുവെങ്കിൽ. ورفع أبويه على العرش وخروا له سجدا وقال يا أبت هذا تأويل رؤياي من قبل قد جعلها ربي حقا وقد أحسن بي إذ أخرجني من السجن وجاء بكم من البدو من بعد أن نزغ الشيطان بيني وبين إخوتي إن ربي لطيف لما يشاء إنه هو العليم الحكيم. അദ്ദേഹം തന്റെ മാതാപിതാക്കളെ സിംഹാസനത്തിൽ കയറ്റിയിരുത്തി. അവർ അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രണാമമർപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ പിതാവേ, ഞാൻ പണ്ടു കണ്ട ആ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണിത്. എന്റെ നാഥൻ അത് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. എന്നെ തടവറയിൽ നിന്ന് മോചിപ്പിച്ചപ്പോഴും എനിക്കും എന്റെ സഹോദരങ്ങൾക്കുമിടയിൽ പിശാച് അകൽച്ചയുണ്ടാക്കിയ ശേഷം അവൻ നിങ്ങളെയെല്ലാം മരുഭൂമിയിൽ നിന്നിവിടെ കൊണ്ടുവന്നപ്പോഴും അവൻ എന്നോട് വളരെയേറെ ഔദാര്യം കാണിച്ചിരിക്കുന്നു. തീർച്ചയായും എന്റെ നാഥൻ താൻ ഇച്ഛിക്കുന്ന കാര്യങ്ങൾ സൂക്ഷ്മമായി നടപ്പാക്കുന്നവനാണ്. അവൻ എല്ലാം അറിയുന്നവനും യുക്തിജ്ഞനും തന്നെ. رب قد آتيتني من الملك وعلمتني من تأويل الأحاديث فاطر السماوات والأرض أنت وليي في الدنيا والآخرة توفني مسلما وألحقني بالصالحين. എന്റെ നാഥ, നീ എനിക്ക് അധികാരം നൽകി, സ്വപ്നകഥകളുടെ വ്യാഖ്യാനം പഠിപ്പിച്ചു. ആകാശഭൂമികളെ പടച്ചവനെ, ഇഹത്തിലും പരത്തിലും നീയാണെന്റെ രക്ഷകൻ. നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണമേ, സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണമേ. ذلك من أنباء الغيب نوحيه إليك وما كنت لديهم إذ أجمعوا أمرهم وهم يمكرون. നബിയെ, ഇക്കഥ അഭൗതിക ജ്ഞാനങ്ങളിൽപ്പെട്ടതാണ്. നാം അത് നിനക്ക് ബോധനമായി നൽകുന്നു. അവർ കൂടിയിരുന്ന് കുതന്ത്രം മെനഞ്ഞ് തങ്ങളുടെ കാര്യം തീരുമാനിച്ചപ്പോൾ നീ അവരുടെ അടുത്തുണ്ടായിരുന്നില്ല. وما أكثر الناس ولو حرصت بمؤمنين. എന്നാൽ നീ എത്ര തന്നെ ആഗ്രഹിച്ചാലും ജനങ്ങളിലേറെ പേരും വിശ്വാസികളാവുകയില്ല. وما تسألهم عليه من أجر إن هو إلا ذكر للعالمين. നീ അവരോട് ഇതിന്റെ പേരിൽ പ്രതിഫലമൊന്നും ചോദിക്കുന്നില്ല. ഇത് ലോകർക്കാകമാനമുള്ള ഒരു ഉദ്ബോധനം മാത്രമാണ്. وكأين من آية في السماوات والأرض يمرون عليها وهم عنها معرضون. ആകാശങ്ങളിലും ഭൂമിയിലും എത്രയെത്ര അടയാളങ്ങളുണ്ട്. ആളുകൾ അവയ്ക്കരികിലൂടെ നടന്നു നീങ്ങുന്നു, എന്നിട്ടും അവരവയെ അപ്പാടെ അവഗണിക്കുകയാണ്. وما يؤمن أكثرهم بالله إلا وهم مشركون. അവരിൽ ഏറെപ്പേരും അല്ലാഹുവിൽ വിശ്വസിക്കുന്നില്ല,
അവനിൽ മറ്റുള്ളവയെ പങ്കുചേർക്കുന്നവരായിക്കൊണ്ടല്ലാതെ. أفأمنوا أن تأتيهم غاشية من عذاب الله أو تأتيهم الساعة بغتة وهم لا يشعرون. അവരെ ആവരണം ചെയ്യുന്ന അല്ലാഹുവിന്റെ ശിക്ഷ അവർക്ക് വന്നെത്തുന്നതിനെ സംബന്ധിച്ച് അവർ നിർഭയരായിരിക്കുകയാണോ? അല്ലെങ്കിൽ അവരോർക്കാത്ത നേരത്ത് പെട്ടെന്ന് അന്ത്യദിനം അവർക്ക് വന്നുപെടുന്നതിനെപ്പറ്റി? قل هذه سبيلي أدعو إلى الله قل هذه سبيلي أدعو إلى الله على بصيرة أنا ومن اتبعني وسبحان الله وما أنا من المشركين. പറയുക, ഇതാണെന്റെ വഴി. തികഞ്ഞ ഉൾക്കാഴ്ചയോടെയാണ് ഞാൻ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നത്, ഞാനും എന്നെ അനുഗമിച്ചവരും. അല്ലാഹു എത്ര പരിശുദ്ധൻ! ഞാൻ അല്ലാഹുവിൽ പങ്കുചേർക്കുന്നവരിൽപ്പെട്ടവനല്ല. തീർച്ച أرسلنا من قبلك إلا رجالا نوحي إليهم من أهل القرى أفلم يسيروا في الأرض فينظروا كيف كان عاقبة الذين من قبلهم ولدار الآخرة خير للذين اتقوا أفلا تعقلون. ചില പുരുഷന്മാരെയല്ലാതെ നിനക്കു മുമ്പ് നാം ദൂതന്മാരായി നിയോഗിച്ചിട്ടില്ല. നാം അവർക്ക് ബോധനം നൽകി. അവർ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. എന്നിട്ടും ഇക്കൂട്ടർ ഭൂമിയിൽ സഞ്ചരിച്ചു നോക്കുന്നില്ലേ? അങ്ങനെ അവർക്ക് മുമ്പുണ്ടായിരുന്നവരുടെ ഒടുക്കം എவ்விധമായിരുന്നുവെന്ന് നോക്കിക്കാണുന്നില്ലേ? ഭക്തി പുലർത്തുന്നവർക്ക് കൂടുതൽ ഉത്തമം പരലോകഭവനമാണ്. ഇതൊന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? حتى إذا استيأس الرسل وظنوا أنهم قد كذبوا جاءهم نصرنا فنجي من نشاء ولا يرد بأسنا عن القوم المجرمين. അങ്ങനെ ആ ദൈവദൂതന്മാർ ആശയറ്റവരാവുകയും അവർ തങ്ങളോട് പറഞ്ഞത് കളവാണെന്ന് ജനം കരുതുകയും ചെയ്തപ്പോൾ നമ്മുടെ സഹായം അവർക്ക് വന്നെത്തി. അങ്ങനെ നാം ഇച്ഛിച്ചവർ രക്ഷപ്പെട്ടു. കുറ്റവാളികളായ ജനത്തിൽ നിന്ന് നമ്മുടെ ശിക്ഷ തട്ടിമാറ്റപ്പെടുകയില്ല. لقد كان في قصصهم عبرة لأولي الألباب ما كان حديثا يفترى ولكن تصديق الذي بين يديه وتفصيل كل شيء وهدى ورحمة لقوم يؤمنون. അവരുടെ ഈ കഥകളിൽ ചിന്തിക്കുന്നവർക്ക് തീർച്ചയായും ഗുണപാഠമുണ്ട്. ഇവയൊന്നും കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന വർത്തമാനമല്ല, മറിച്ച് അതിൻ്റെ മുമ്പുള്ള വേദങ്ങളെ സത്യപ്പെടുത്തുന്നതാണ്. എല്ലാ കാര്യങ്ങൾക്കുമുള്ള വിശദീകരണവുമാണ്. ഒപ്പം വിശ്വസിക്കുന്ന ജനത്തിന് വഴികാട്ടിയും മഹത്തായ അനുഗ്രഹവും.